എന്തേലും തരണേ, എന്തേലും തരണേ. ഒരു സഹായം. കാലോട്ട് വയ്യ, മുറിയാണ്. പഠിക്കൊന്നും പോകാൻ വയ്യാത്ത ഒരാളാണ്. തന്നാലോ ദൈവം നിങ്ങൾ സഹായിക്കും. ഓ എവിടെ ഷാജേട്ടാ? എല്ലാവരും ഇവിടെ കാത്തുക്കണം. എത്ര നേരം ഇവിടെ കാത്തുക്കണോ? നിങ്ങൾ വരേ എപ്പോ പോണെന്ന് വിചാരിച്ചാണ് അതൊക്കെ. ഞാൻ ഇവിടെ എത്തിനെ. വരും കേട്ടെ, ഇവിടെ എല്ലാവരും കാത്തുക്കണം. എവിടെ ചങ്ങായി എത്ര നേരം ഞാൻ കാത്തുക്കണം? ഞമ്മളില്ലാതെ എന്ത് പരിപാടി? അന്നെ കൊണ്ടാക്കി എത്തിയില്ലല്ലോ. ആ സാപ്പിന്റെ ഒരൊറ്റ പണിയാണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു പെട്ടില്ല നമ്മള്. ഞാൻ പോവാ. വരി എന്നാലേ ഞാൻ പോവാ. വരി എന്നാലേ എപ്പോ പോയാലും രണ്ടു മൂന്ന് മൊബൈലൊക്കെ ഇട്ട് കയ്യില്. പൈസ അല്ലേ? പൈസക്ക് അല്ല ചെലവാട്ടതിന്. വരെ കാര്യമില്ല. ചില്ലറൊന്നും ആവൂല. എന്തായാലും ഉഷാറായില്ലേ? അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ഈ തൊള്ളിയും പള്ളിയും കാലാക്കിട്ട് പോകണ്ടേ? അവിടെ എവിടെയെങ്കിലും എത്തുമ്പോ ഒരു സാധനം കിട്ടിയില്ലെങ്കിലോ? നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തണ്ടേ. സ്റ്റാറിങ് എന്റെ കൈമലല്ലേ? ചില്ലൊക്കെ പോണ്ടേ ചങ്ങായിമാരെ? അടിപൊളിയാക്കിയാണ്ട് ചങ്ങായിമാരെ ഇവിടുന്ന് വിട്ടൊക്കെ അണ്ണമാര് പേടിയാണ്. ഒരു സാധനം നല്ല കിട്ടൂല. അവിടെ ചോട്ടി തരാം. അവിടെ ചോട്ടെ അവിടെ അയാള് പൂട്ടി പോകണ അംശം ഉണ്ടല്ലോ. എന്നാലും ചോദിച്ചു നോക്കാം. ചിലപ്പോ ചേട്ടാ, ഇത് നിങ്ങളെ കട തന്നെയാണോ? നിങ്ങൾ പൂട്ടിയതാ? ഞങ്ങൾക്ക് രണ്ടു മൂന്ന് സാധനം വേണ്ടിയിരുന്നു. കടക്ക് എൻ്റെ തന്നെയാണ്. ഞാനിപ്പോൾ അടച്ചു പോവാണ്. എനിക്കിത് തുറന്ന് ഇട്ടരാൻ കഴിയൂല. അത് കാലിന് സുഖമില്ല. കുട്ടികൾ വരാത്തോണ്ടേ ബുദ്ധിമുട്ടാണ്. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? കുറേ മുന്നേ ഒരു മുറി ആയതാണ്. അതിപ്പോൾ നോക്കാത്തതിൻ്റെ പേരുണ്ടായി ആ മുറി വലിയ മുറിയായിട്ടേ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിപ്പോയത്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ ഇത് വലിയ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതിൽ കിട്ടിയ വരുമാനമല്ലേ ഉള്ളൂ. അത് നിത്യ ചിലവ് തന്നെ കഴിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോളം പുറച്ചിട്ട് നിൽക്കുകയാണ്. അത്രേ ശ്രദ്ധിക്കുള്ളൂ. ചേട്ടാ നിങ്ങളെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോകണം. അവിടേക്ക് നടന്നെത്തുമ്പോഴേക്കും രാത്രി 8 മണിയാവും. നടക്കാൻ വയ്യ. നിങ്ങൾ കാര്യം ചെയ്യാം, നമുക്ക് ഇയാളൊന്ന് കൊണ്ടാക്കിയാലോ? കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവൂലേ? എന്നാ പോര്, നമ്മൾ വണ്ടി പോയി പോര്. മക്കൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്ത പുണ്യമായിരിക്കും എന്ന് വിചാരിക്കുക. ചേട്ടോ എന്നാ കയറിയല്ലോ. ഇങ്ങോട്ട് കയറി. കാല് ശ്രദ്ധിക്കട്ടോ. കാല് നോക്കിട്ടോ. എന്റെ കാര്യം ചെയ്താലേ ഇതൊക്കെ തന്നെ പുണ്യം. കാല് വയ്ക്കണേട്ടോ. സാപ്യ, അയാളെ നമുക്ക് വീട്ടിലാക്കിയിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിൽ പോയാലോ? ടൂറ് പോണോ? ടൂറ് പോകാതൊക്കെ ഇത് അവിടുത്തെ പരിപാടിയാ. അയാളെ അവസ്ഥ കണ്ടിട്ടേ നമുക്ക് ടൂർ പോകാൻ തോന്നണില്ല. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും, നമുക്ക് ആ പൈസയൊക്കെ പാടെ കൂട്ടിയിട്ട് അയാൾക്ക് കൊടുക്കാം. അയാളെ ആവശ്യങ്ങൾ നടക്കട്ടെ. അയാളെ പേര് കൊണ്ടൊക്കെ എടുത്ത് നമുക്കാണ് പോവാം. അതല്ല നല്ലത്. അയാൾക്ക് ഇനി എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നമ്പറും കൊടുക്കുക. നമ്മൾ എത്രയോ പൈസ പൊടിച്ച് കളയണം. എത്രയോ പൈസ ഇനിയിപ്പോൾ ഈ ചിലവിന് തന്നെ ഇപ്പോൾ പോകുന്നപ്പോൾ തന്നെ ഒരു സംഖ്യ നമുക്ക് ചിലവായിരിക്കും. അപ്പോൾ ആ സാധനം എന്തെങ്കിലും ആവണേ ആയിക്കോട്ടെ. നമുക്കത് നല്ല അതല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? സാപ്പി ഇജ്ജ് പറഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ടൂറ് പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്ത് നമ്മൾ കുറേ അടിച്ചു വെച്ച പൈസ ഉണ്ടല്ലോ, അത് ആൾക്ക് കൊടുക്കാൻ പറ്റും. ആളെ ചികിത്സയ്ക്ക് എന്തെങ്കിലും എടുത്തോട്ടെ. സാധനല്ലേ പോവാ. മക്കളെ എവിടെ നിർത്തണം കേട്ടോ? ഈ ഷോപ്പിന്റെ ബാക്കിലാണ് എൻ്റെ വീട്. അവിടെ കേട്ടോ, ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. ഏട്ടാ എന്താ നിങ്ങൾ വെച്ചോളി. നിങ്ങൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യും. നിങ്ങൾ പൈസ തരണ്ടില്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കട്ടോ. ദാസേട്ടാ ഒന്ന് ഇറക്കിയാണ്ട് മൂപ്പരൊന്ന് ആയി കൊടുത്താണ്. അവിടെ പാർക്കിംഗ് ഇല്ലേ? മെല്ലാണ്ട് ഇറങ്ങിട്ടോ. എനിക്ക് കായ് നോക്കി. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം കുട്ടിയെ. കുഴപ്പമില്ല. നിങ്ങൾ പോയിക്കോളി. എൻ്റെ വീട് ഈ ഷോപ്പിന്റെ ബാക്കിലാണ് കേട്ടോ. നിങ്ങൾ പോയിക്കോളി.
ആൾക്കാരെ പറ്റിക്കാൻ ഇതൊക്കെ പറ്റുള്ളൂ പരിപാടി. ആൾക്കാരെ പറ്റിക്കാൻ ഇതൊക്കെ പറ്റുള്ളൂ. ഇന്നിപ്പേ നല്ല പൈസ കിട്ടുന്നു, നല്ലോണം അടിച്ച് പൂസായി 4 കുപ്പി അടിക്കണം പറഞ്ഞു സന്തോഷായിട്ട്. എന്തേലും തരണേ ഒരു സഹായം. കാലോട്ട് വയ്യ, മുറിയാണ്, പഠിക്കൊന്നും പോകാൻ വയ്യാത്ത ആളാണ്. തന്നാല് ദൈവം നിങ്ങൾ സഹായിക്കും. എന്തേലും തരണേ ഒരു സഹായം. പഠിക്കാൻ പോകാത്ത ആളാണ്, എനിക്ക് പോകാൻ വയ്യ, മുറിയായിട്ട് വലിയ സംഖ്യ വേണം കാലിന് തന്നെ.